കണ്ണിൻ മണി പോലെ കാത്തിടുമേ അന്ത്യം വരെ വഴുതാതയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ അടലേ ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ അടലേ ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ കാർമുകിലേറെ കരേറുകയിലും കാണുന്നില്ലേ മഴവില്ലതിന്മേ കരുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ താഴുകിടുമേ അടലേ ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ അടലേ ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ സ്വർപ്പൂരം നീ അണയും വാരയും അടലേർ ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ അടലേർ ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ മാർഗപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ ഓ മാർഗപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ കരുതും നിനക്കവൻ വേണ്ടതല്ല തളരാതെ യാത്ര തുടർന്നിടുക കരുതും നിനക്കവൻ വേണ്ടതല്ല തളരാതെ യാത്ര തുടർന്നിടുക ആടലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ ആടലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ നിന്നെ വിളിച്ചവനുമായുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ അടലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ അടലേർ ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ അടലേർ ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. Hallelujah. Glory to
God. Hallelujah. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. Hallelujah. നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. Hallelujah. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളോട് കൂടെയിരിക്കുന്ന മരുഭൂപ്രയാണ യാത്രയിൽ നമുക്ക് ചാരുവാൻ ഒരു നല്ല നായകൻ യേശു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ആരെങ്കിലും ഇന്ന് പകൽക്കാലം വേദനയിൽ കൂടെ, സങ്കടങ്ങൾ കൂടെ, ദുഃഖങ്ങളിൽ കൂടെ, രോഗങ്ങളിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ ഗാനത്തിന്റെ ഈരടികൾ നമുക്ക് ആശ്വാസം വരട്ടെ. കൈപ്പുള്ള വെള്ളം കുടിച്ചീടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയിൽ അവൻ ശത്രു കയ്യിൽ, സ്വർപ്പുരം അണയുന്നിടം വരെ. ഹല്ലേലൂയ. നല്ലൊരു കർത്താവിനെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ കർത്താവിനായി നമുക്ക് ജീവിക്കാം. കർത്താവിന്റെ സന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്ന് പകൽക്കാലം കർത്താവ് വലിയവ നമുക്ക് വേണ്ടി ചെയ്യട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരെയും ഞാൻ ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ വന്ദനം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് മാറി, നമ്മുടെ തിരക്കുകൾ മാറി ഒന്ന് ദൈവത്തിന് കടന്നു വരണമെങ്കിൽ ഒരല്പം പെയിൻ ഉണ്ട്. ആ പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് നമുക്ക് വർത്താണ്. ചിലപ്പോൾ ദൈവത്തിന്റെ ഇടപെടലുകൾ പെട്ടെന്നായിരിക്കും ഉണ്ടാകുന്നത്. പെട്ടെന്ന് എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ നീറുന്ന വിഷയങ്ങൾക്ക് ദൈവം നമ്മൾ വേദനിച്ചിരിക്കുകയായിരിക്കും, നമ്മൾ അതിൽ അസ്വസ്ഥപ്പെട്ട് ജീവിക്കുന്ന ആയിരിക്കുകയായിരിക്കും. പക്ഷെ പെട്ടെന്ന് ദൈവം നമ്മളോട് ഇടപെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നീർത്തോടുകൾക്ക് വേണ്ടി കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്നതുപോലെ ദൈവവചനത്തിനായിട്ടും ദൈവത്തിനായിട്ടും നമ്മൾ കാതോർത്തിരിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ മനസ്സ് കർത്താവിനായി ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ, ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, ദൈവം നമ്മൾക്ക് ഉത്തരം തരും. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. കർത്താവ് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളിലും മെച്ചമായിട്ട് വേറൊരു നിലയിലായിരിക്കും കർത്താവ് നമ്മളോട് ഇടപെടുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ വിശ്വാസത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കാം. എന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ശ്രദ്ധിക്കുന്നവരുമുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയും കൂടെയാണ് ഈ വചനം പറയുന്നത്. കാരണം ദൈവത്തിന്റെ വചനം ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് മാത്രമുള്ളതല്ല. ഇങ്ങനെയാണല്ലോ തന്റെ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 3:14 പറഞ്ഞിരിക്കുന്നത്, For God so loved the world that he gave his only begotten Son. For those who are believeth in him should not perish, but have everlasting life. For God so loved the world എന്ന് പറയുമ്പോൾ ലോകത്തെ അല്ല ഉദ്ദേശിക്കുന്നത്, ലോകത്തിൽ പാർക്കുന്ന മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യരെ, സകലരെ, ജാതി വ്യത്യാസമില്ലാതെ, ഭാഷാവ്യത്യാസമില്ലാതെ, ഗോത്രവ്യത്യാസമില്ലാതെ, കളർ വ്യത്യാസമില്ലാതെ, നാഷണാലിറ്റിയുടെ വ്യത്യാസമില്ലാതെ കർത്താവ് ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള സർവ്വജനത്തിനു വേണ്ടിയുമാണ് യേശു മരിച്ചതും ഈ ഭൂമിയിലേക്ക് വന്നതും. നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനു വേണ്ടിയാണ് യേശു മരിച്ചത് 2000 വർഷത്തിനു. ഇന്നും അതറിയാത്ത ജനമുണ്ട്. പക്ഷെ പലരും വിചാരിക്കുന്നത് ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് യേശു കർത്താവ്. 100% തെറ്റ്. യേശു ഈ ലോകത്തിന്റെ പ്രശ്നത്തിനു വേണ്ടി, പരിഹാരത്തിനു വേണ്ടി, ആശ്വാസത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി, കർത്താവിലേക്ക് അടുപ്പിക്കുന്നതിനു വേണ്ടി, പിശാചിന്റെ സകല ബാധകളിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് യേശു കർത്താവ് വന്നത്.
നമ്മുടെ കഴിവ് കൊണ്ട് പിശാചുക്കളെ ജയിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ, അല്ലേ? എത്രയോ മന്ത്രവാദികളെ, അല്ലേ, ആഭിചാരങ്ങള്, ഇങ്ങനെ എന്തെല്ലാം ചെയ്യുന്നവരിവിടെ ഉണ്ട്. മന്ത്രങ്ങള്, തന്ത്രങ്ങള്, അങ്ങനെ ഒത്തിരി നേർച്ച കാഴ്ചകളൊക്കെ ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടില്ലേ? അനേക ബിംബങ്ങളുടെയൊക്കെ മുന്നിൽ, രൂപങ്ങളുടെയൊക്കെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുക, ഇതൊക്കെ കണ്ടിട്ടില്ലേ? ഓരോരുത്തർ എവിടെങ്കിലും ഒരു സൊല്യൂഷന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാരണം ലോകം ഇത്രയും വളർന്നു എന്ന് പറഞ്ഞാലും ടെക്നോളജിക്കലി, സാങ്കേതിക രീതിയിൽ ടെക്നോളജിക്കലി ലോകം വളർന്നു എന്നുള്ളത്, സയൻസ് വളർന്നു, ഫിസിക്സ് വളർന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് ദൈവം കൊടുത്ത ജ്ഞാനം കൊണ്ടാണ് അവർ വളർന്നത്. പക്ഷെങ്കിൽ മനുഷ്യന്റെ പ്രശ്നം ഇരട്ടിയുമല്ല, അതിനപ്പുറവുമായിട്ട് വളരുകയാണ്. മനുഷ്യന് സമാധാനമില്ല, മനുഷ്യന് സ്വസ്ഥതയില്ല. കാരണം അവനൊരു വൾക്കാനോ പോലെ, അഗ്നി പർവ്വതം പോലെയാണ് ഇപ്പോൾ. അതുകൊണ്ടല്ലേ എന്തൊരു ഭീകരമായ അവസ്ഥകളാണ് നമ്മൾ ചുറ്റുപാടുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ പരിഹാരമെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സന്നിധി അല്ലാതെ വേറൊരു വഴിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിനകത്ത് പോലും ചിലപ്പോൾ അസ്വസ്ഥതകൾ നമ്മൾ കാണാറുണ്ട്. ചർച്ചുകളിലും ക്രിസ്തീയ കുടുംബങ്ങളിൽ പോലും കാണാറുണ്ടല്ലോ. അതിന്റെ അർത്ഥം അവര് ചർച്ചിൽ പോകാഞ്ഞിട്ടല്ല, അവര് വേദവസം വായിക്കാഞ്ഞിട്ടല്ല, അവര് പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, പക്ഷെങ്കിൽ യേശുവിനെ അവർക്ക് മനസ്സിലാകാത്ത ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നത് ചർച്ചിൽ പോയാൽ മതി, അവിടുത്തെ ശുശ്രൂഷകൾ കണ്ടാ മതി, അല്ല അതിന്റെ കൂടെ കൈകൊട്ടി പാടിയാ മതി, ഒരു നേർച്ച അല്ലെങ്കിൽ സ്തോത്ര കാഴ്ച അല്ലെ ദശാംശം ഒക്കെ കൊടുക്കുക, നമ്മൾ വീട്ടിൽ പോവുക, ദൈവം നമ്മളെ അനുഗ്രഹിച്ചോളും എന്നാണ് ക്രിസ്തീയ ഗ്രൂപ്പിലുള്ളവരുടെ തന്നെ നല്ലൊരു ആൾക്കാരുടെ ചിന്ത. അതും തെറ്റാണ്. യേശുവിനോട് കൂടെ നടക്കുകയും എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വചനം ഉള്ളിൽ കൈക്കൊള്ളുകയും അത് ധ്യാനിക്കുകയും ചെയ്യുന്നവനാണ് ദൈവവചനത്തിന്റെ അനുഗ്രഹങ്ങൾ, കർത്താവിൽ കൂടെയുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്. ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ നമ്മുടെ ശരീരത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു മെഡിസിൻ തന്നു, നമ്മളത് കൊണ്ട് ഷെൽഫെ കൊണ്ട് വെച്ചു. ഡോക്ടറെ അടുത്ത് ചെല്ലുന്ന ഉടനെ ചോദിച്ചു, നിങ്ങളത് എടുത്തിരുന്നോ? എടുത്തില്ല, ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, എന്റെ ഷെൽഫയിൽ ഉണ്ടായിരുന്നു, എടുത്തില്ല. അല്ലെ പറഞ്ഞതുപോലെ എടുത്തില്ല, വല്ലപ്പോഴും ഒക്കെ എടുത്തു, ഒരു പ്രയോജനവുമില്ല. എന്നതുപോലെ തന്നെ ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയും സമർപ്പണവും വളരെ 100% അത്യാവശ്യമാണ്. ക്രിസ്തീയ വിഭാഗങ്ങളിലുള്ള ദൈവമക്കളെന്ന് പറയപ്പെടുന്ന ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഈ നോയിമ്പും ദുഃഖവെള്ളിയാഴ്ചയും ഒക്കെ നടക്കുകയാണ്. ഈ ആഴ്ച കഴിയുമ്പോൾ അടുത്ത ആഴ്ച നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഇപ്പം ചർച്ചിൽ പോകാം, പ്രാർത്ഥിക്കാം, കുരിശ് വരയ്ക്കാം, പ്രാർത്ഥിക്കാം, കഞ്ഞിയും പയറും കഴിക്കാം, നല്ല കാര്യം തന്നെ, ഒരു കുഴപ്പവുമില്ല. പക്ഷെ അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ യേശുവിന്റെ ദുഃഖം, യേശുവിന്റെ വേദന കാൽവറിയിൽ അനുഭവിച്ചത് വെള്ളിയാഴ്ച ഓർക്കും, കാര്യം ശരി. ഞായറാഴ്ച ഉയർപ്പാണ്. ആ ഉയർപ്പിന്റെ സന്തോഷത്തിൽ അടുത്തൊരു വർഷം, അടുത്തൊരു കാലം, അടുത്തൊരു ആയുസ്, ഈ ഒരു ആയുസിൽ ജീവിക്കാൻ നമ്മൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? അതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ വിക്ടറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണ്, ചർച്ചിൽ പോകുന്നുണ്ടെന്ന് പറയുന്നതുകൊണ്ട് പ്രയോജനമില്ല. അത് പെന്തിക്കോസുകാരനായെന്ന് പറഞ്ഞാലും, അതൊരു പാസ്റ്ററായാലും ഒരു അച്ഛനായാലും അത്രയേ ഉള്ളൂ. ഈ വചനം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. എനിവേ, ഞാൻ മുന്നോട്ട് പോകട്ടെ. അല്പസമയത്തെ വചന ധ്യാനത്തിന് വേണ്ടി നമ്മൾ പരിചയമുള്ളൊരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 9. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. 9-ാം വാക്യം, മാത്യു 5:9. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ആമേൻ. താങ്ക് യു. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നമുക്കിതും ബൈഹാർട്ടാണ്.
പക്ഷെ കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് ഈ വചനം ആഴമായി തന്നു. ഈ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ അസമാധാനമാണ് വർദ്ധിച്ചു വരുന്നത്. അത് ലോകങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ, അതുപോലെ അനേക കുടുംബങ്ങളിൽ, സഭകളിൽ, എല്ലായിടത്തും അനേക അസമാധാനങ്ങൾ നമുക്ക് കഴിഞ്ഞ നാളുകളെക്കാളിൽ കൂടുതൽ കാണാൻ കഴിയും. അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ വളരെ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സിവിൽ വാർ ഉണ്ടായാൽ, അതായത് ഒരു രാജ്യത്ത്, മിക്കവാറും പല രാജ്യങ്ങളിലും സിവിൽ വാറുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ആഭ്യന്തര യുദ്ധം എന്ന് പറയുന്നു. അപ്പോ ആഭ്യന്തര യുദ്ധം ഉണ്ടായാൽ അത് സ്വയമേ ശോഷിക്കത്തതേയുള്ളൂ. അതുകൊണ്ട് രാജ്യം ഉപയോഗിക്കുന്നത് നല്ല മിലിറ്ററിയാണ് അവർ ഉപയോഗിക്കുന്നത്. ആ മിലിറ്ററി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ അവസ്ഥ ഇച്ചിരി മോശമായിരിക്കും. അവർ വളരെ ക്രൂരമായി ഇടപെടും, കർഫ്യൂ ഒക്കെ ഏർപ്പെടുത്തും. അതാണ് ലോകരാജ്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആരും ഒരു സിവിൽ വാർ, ആന്തരിക യുദ്ധം ഉണ്ടാകാതിരിക്കാൻ എല്ലാ രാജ്യക്കാരും വളരെ ശ്രദ്ധിക്കും. കാരണം അത് ബാഹ്യ ശത്രുവിനെ അറ്റാക്കിനേക്കാളിലും തീവ്രമാണ്, നശിച്ചു പോകുന്നത്, വളരെ വേഗം നശിച്ചു പോകുന്നതാണ് ആഭ്യന്തര അകത്തെ യുദ്ധം. അപ്പോൾ എല്ലാവരും അവരവരുടെ രാജ്യം ആഭ്യന്തര യുദ്ധം ഇല്ലാതിരിക്കുവാൻ പോലീസ് അവരുടെ നയങ്ങൾ, നിയന്ത്രണങ്ങൾ, റൂളുകൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല കാര്യം, അതൊക്കെ ആവശ്യമാണ്. എന്നാൽ നാം പോകുന്ന ചർച്ച് നമ്മുടെ സ്വന്തം ഭവനങ്ങൾ, അല്ലെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, അവിടേക്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ ശാന്തരായും സ്വസ്ഥരായും ആശ്വാസമായും തീരാൻ കഴിയണമെങ്കിൽ യേശു കർത്താവിന്റെ വചനങ്ങൾ ധ്യാനിച്ചാൽ മതി എന്നാണ്. ഇവിടെ നമ്മൾ വായിച്ചത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പൊ അവർക്കൊരു ക്രെഡിറ്റ് ഉണ്ട്, അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അവരെ കർത്താവ് പ്രത്യേകം മാനിക്കുന്നുണ്ട്, അവരെ അംഗീകരിക്കുന്നുണ്ട്, അവരെ കർത്താവിനറിയാം. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് അല്ലേ? സമാധാന കേടുണ്ടാക്കുന്നവരുണ്ടല്ലോ, ഒടക്കും വഴക്കും വിദ്വേഷവും പകയും ഇഷ്ടക്കേടുകളും കുറ്റം പറച്ചിലുകളും ആക്ഷേപിക്കലും നിന്ദിക്കലും വെറുക്കലും പകയ്ക്കലും അരിശവും, അത് നമുക്ക് ധാരാളം കാണാം, എല്ലായിടത്തും കാണാം. അതെവിടെ നിന്ന് വരുന്നു? അത് പിശാചിൽ നിന്ന് വരുന്നു. അങ്ങനെ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ കർത്താവിനോട്, കർത്താവേ അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് ക്ഷമിച്ചു തരും. പക്ഷേ അതാണ് നമ്മുടെ മരണം വരെയുള്ള സ്വഭാവമെങ്കിൽ അവർ നരകത്തിലേ പോകത്തുള്ളൂ. അത് അച്ഛനായാലും കപ്പ്യാരായാലും പോപ്പായാലും അത് പാസ്റ്റർ ആയാലും ആരായാലും അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്. അത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ താഴോട്ട് ഒരു 10-15 കൂട്ടം കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ വക പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, ഒന്ന് വായിച്ചു കേട്ടു, ഒന്ന് കേൾക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതലുള്ള 1-2 വാക്യം. ജഗത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരസംഘ, ക്രോധം, ശാഠ്യം, തൊന്നപക്ഷം, ഉഷ്ണത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. എന്തോ ഒരു കൃത്യത. നമ്മൾ ഉപവാസ പ്രാർത്ഥനയൊക്കെ വരുമ്പോഴും ഈ ദുഃഖ വെള്ളിയാഴ്ചയും ഈ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴും നമ്മൾ ഈ ഭാഗമാണ് ചിന്തിക്കേണ്ടത്. എന്നിൽ ജഡത്തിന്റെ ലോകത്തിന്റെ സ്വഭാവങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ മരിപ്പിക്കണമെങ്കിൽ നമ്മുടെ സ്വയമേ കഴിയുകയില്ല. യേശു കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വെൽക്കം ചെയ്ത്, യേശുവെ അങ്ങന്റെ ഉള്ളിൽ വരണമേ, ഞാൻ അങ്ങയ്ക്കായി ജീവിക്കും, എനിക്ക് സ്വതവേ ജീവിക്കാൻ കഴിയുന്നില്ല, എനിക്ക് താല്പര്യമുണ്ട്, ദുഃഖവെള്ളി വരുന്നുണ്ട്, എനിക്ക് വലിയ ദുഃഖവും കരച്ചിലും കഞ്ഞിക്കുടിയും പയറുകുടിയും ഒക്കെ ഉണ്ട്,
പക്ഷെങ്കിൽ ഞാന് സൺഡേ കഴിയുമ്പോൾ മുതൽ ലോകത്തിലേക്ക് പോവുകയാണ്. അല്ല, പെന്തക്കോസുകാരെന്ന് പറയുന്നവർ ഉൾപ്പെടെ ഞാൻ പറയുക, അതിന്റെ അകത്തും ഇതുപോലെ വിദ്വേഷവും പകയും കുറ്റം പറച്ചിലും ആക്ഷേപിക്കലും നിന്ദിക്കലും വെറുക്കലും കോപം ക്രോധമൊക്കെ വെച്ച് പുലർത്തുന്ന ആരായിരുന്നാലും ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, വിശേഷിച്ചും ഈ പാഷൻ ഓഫ് ദ വീക്കിൽ യേശുവിന്റെ ഈ പാഷൻസ് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിലെങ്കിലും ഈ ആഴ്ചയെങ്കിലും കർത്താവേ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ നല്ലതായിട്ട് ജീവിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. എനിക്ക് ചിലരോട് അരിശമാണ്, എനിക്ക് ചിലരോട് വിദ്വേഷമാണ്, എനിക്ക് ചിലരെ കണ്ടുകൂടാ, ചിലരെ ഞാൻ വിളിക്കത്തില്ല, പറയത്തില്ല, ക്ഷയിക്കാൻ കൊടുക്കത്തില്ല, ചിലരോട് ഞാൻ പിണങ്ങിയിരിക്കുന്നു. അവരോട് നിരപ്പ് പ്രാപിക്കണം. ഇല്ലാതെ സ്വർഗരാജ്യ പ്രവേശനമില്ല. ഇന്ന് വേദികളിലൊന്നും ഇത് കേൾക്കാനില്ല കേട്ടോ. കാരണം ജനങ്ങൾക്ക് ഇഷ്ടമല്ല, അല്ലേ? ശരിയല്ലേ? ജനങ്ങൾക്ക് ഇഷ്ടമല്ല സത്യം പറയുന്നത്. ഇതാണ് വാസ്തവം. ഗലാത്യ ലേഖനം. എന്നോട് ആർക്കെങ്കിലും പിണക്കുണ്ടെങ്കിൽ എന്തോ ചെയ്യാനാ? സത്യത്തിൽ ആ പിണക്ക് ആര് സൂക്ഷിക്കത്തില്ല എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ ഒന്നും കൂട്ടിച്ചേർക്കാതെ പറയുകയാണ്. ഇത് ഓർപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഒരു സുവിശേഷ പ്രവർത്തകൻ, ഒരു ശുശ്രൂഷകൻ എന്നുള്ള ഉത്തരവാദിത്വം എന്റെ മേലുണ്ട്. ഞാൻ എപ്പോഴും സൂക്ഷിക്കും ഈ സ്വഭാവങ്ങൾ എന്നിൽ ഇല്ലാതിരിക്കാൻ. ഇത് ഇവന്റെ ഒരു ചതിക്കുഴിയാണ്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പിശാചി വെറുപ്പും വിദ്വേഷവും നമ്മുടെ ഹൃദയത്തിനകത്ത് കൊണ്ടിടും. ഇട്ടിട്ട് നമ്മൾ അവരോട് വെറുത്ത് നിൽക്കണം. അവരെ വിളിക്കരുത്, അവരോട് വെറുത്ത് നിൽക്കണം, അവരുടെ നേരെ മുഖം തിരിക്കണം. ഇതൊക്കെ പിശാച് നമ്മുടെ മനസ്സിനകത്ത് കൊണ്ടിട്ട് നമ്മുടെ അകം ഒരു യുദ്ധക്കളമാക്കി മാറ്റും. നമുക്ക് അഭിനയിക്കാം, എല്ലാം ചിരിയുണ്ട്, സന്തോഷമാണ്, പക്ഷെ അകത്തൊരു യുദ്ധക്കളമായിരിക്കും. സമാധാനം കാണത്തില്ലെന്നേ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എന്താണ് ഞാൻ ഇന്ന് പറയുന്ന വിഷയം? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, God blesses those who work for peace. Those who work for peace. ജോലിക്ക് പോകുന്നത് പൈസ കിട്ടാനല്ലേ, ശമ്പളം കിട്ടാനല്ലേ? Why we go to the work? To get the money, right? To live. എന്നതുപോലെ തന്നെ we need to work. We need to work for peace. അതിനൊരു കമ്പനി പോകണ്ട, അതിനൊരു ആശുപത്രി പോകണ്ട. ജീവിതത്തിൽ കർത്താവേ, ഞാൻ മറ്റുള്ളവർക്കൊരു സമാധാനമാണോ? ഞാൻ എല്ലാവർക്കും ഒരു ആശ്വാസമാണോ? എന്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ? ഞാൻ ആരെയും വെറുക്കുന്നുണ്ടോ? ഞാൻ ആരെക്കുറിച്ചേലും കുറ്റം പറയുന്നുണ്ടോ? നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കൂ. അവകളില്ലാതെ ആക്കാൻ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ചില മെഡിസിൻ എടുക്കുമ്പോൾ ചില തലവേദന മാറത്തില്ലേ? നമ്മുടെ വയറ്റിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറത്തില്ലേ? എന്നതുപോലെ ദൈവത്തിന്റെ വചനം എടുക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം വായിക്കുകയും വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും നമ്മളെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിനി സമാധാനം ഒഴുകിയെത്തുമെന്ന്. നമുക്ക് പിന്നെ ഈ ലോകത്തിൽ ആരോടും വിദ്വേഷമില്ല, ആരോടും പകയില്ല. ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിൽ ലോകത്തിൽ ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല. ഞങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നമ്മുടെ ദൗത്യമല്ല. മറ്റുള്ളവരുടെ തെറ്റുകൾ അഥവാ എന്റെ ഹൃദയത്തിലേക്ക് വന്നാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവേ, അവർക്ക് ആ തിരിച്ചറിവ് കൊടുക്കണമേ. എന്നാൽ ഒരു ദൈവവൈതലിന്റെ സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ അവിടേക്ക് ഞാൻ കടന്നു വരാം. അല്പം മുമ്പേ വായിച്ച വചനത്തിന്റെ തൊട്ട് താഴെയുണ്ട്, ഗലാത്യർ 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലുണ്ട്. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മരണം വരെ ഉണ്ടായിരിക്കേണ്ടത്. മോളിൽ പറഞ്ഞ 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പിഴുത് എടുത്തു കളയണം. ഇല്ലെങ്കിൽ അതിനെ മരിപ്പിച്ചു വെക്കണം.
അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരാൻ അനുവദിക്കരുത്. നമ്മൾ കൃഷി ചെയ്യുന്ന ഭൂമിയിൽ കളകൾ വന്നാൽ നല്ല കൃഷികൾ വളരത്തില്ല. അതിനെ നമ്മൾ പിഴുത് എറിയും എന്നതുപോലെ തന്നെ. കാരണം നല്ല വൃക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ നല്ല ചെടികളുടെയോ അതിന്റെ ചുവട്ടിൽ നിന്ന് അതിന്റെ ആഹാരവും അതിന്റെ ആരോഗ്യവും അതിന്റെ ജലവും ഇത് വലിച്ചെടുക്കും, അതിന് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം പരിപോഷണമായി തീരണമെങ്കിൽ പിശാചുണ്ടാക്കുന്ന പിടികളുടെ ആ ജഡ സ്വഭാവങ്ങൾ പിഴുതെറിയണമെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് കഴിയില്ല. കർത്താവെ, ഈ വക സ്വഭാവങ്ങൾ എന്നിലുണ്ട്, കർത്താവ് നീക്കിത്തരണമേ, എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ, കർത്താവെ എന്റെ ഈ സ്വഭാവം എനിക്ക് വേണ്ട, എന്റെ സംസാര സ്റ്റൈൽ എനിക്ക് ഇഷ്ടമല്ല, അത് ഞാൻ ആഗ്രഹിക്കുന്നതല്ല. അപ്പോസ്തലനായ പൗലോസ് പോലും ഇത് പറഞ്ഞല്ലോ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു, എന്നെ പാപത്തിന് ബന്ധനാക്കി കളയുന്നു. എന്നിട്ട് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഓ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. യേശു കർത്താവിലുള്ള വിശ്വാസം എന്നെ ഈ പാപത്തിന്റെയും ന്യായപ്രമാണത്തിന്റെയും ബന്ധനത്തിൽ നിന്ന് മോചനം വരുത്തിയിരിക്കുന്നു. നോക്കിക്കേ, യേശു കർത്താവിൽ കൂടെ ദൈവവചനം പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് പിശാച് വെച്ചിരിക്കുന്ന ജഡപ്രവൃത്തികളെ നിന്ന് വിമോചനം നേടുവാൻ കഴിയും. അങ്ങനെ സമാധാനം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നാം പോകുന്ന സഭയിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ യേശുവിനെ വിളിക്കുന്ന നമ്മൾ എന്നും ഒരു അനുഗ്രഹമായിരിക്കും. നമ്മൾ ആർക്കും ഒരു തലവേദനയാകത്തില്ല. ആർ യു ഓൾ വിത്ത് മീ? ഗലാത്യ ലേഖനം 5:22 വായിച്ചു. ആത്മാവിന്റെ ഫലമോ സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, വിവേകജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ദുർദ്ദേശങ്ങളുള്ളവർ ജഗത്തെ അതിന്റെ രാഗമോഹനയോടുകൂടെ അതൊരല്പം കൂടെ ഒന്ന് ഉറക്കെ വായിക്കാമോ? പുറത്ത് കുറച്ചുപേർ കൂടെ കേൾക്കാൻ വേണ്ടി. കേൾക്കാം. ഈ വക 9 കാര്യങ്ങൾ ആത്മാവിന്റെ ഫലങ്ങളാണ്. ഈ ആഴ്ചയെങ്കിലും ക്രിസ്ത്യാനികളെന്ന് പറയുന്നവര്, യേശുവിനെ വിളിക്കുന്നവരെന്ന് പറയുന്നവര്, കർത്താവേ എനിക്ക് ഈ ആത്മാവിന്റെ സ്വഭാവം ഈ ആഴ്ച മാത്രമല്ല, വെള്ളിയാഴ്ച മാത്രമല്ല, ഞായറാഴ്ച ഉയർപ്പിന്റെ ദിവസം മാത്രമല്ല, എനിക്ക് ഈ സ്വഭാവം വേണം. മോളിൽ പറഞ്ഞ 19-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ജഡ സ്വഭാവം എന്നിൽ വേണ്ട കർത്താവേ, എനിക്കൊരു വ്യത്യാസം വേണം എന്ന് നമ്മളെ തന്നെ യേശുവിന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചു കൊടുത്താൽ, യേശുവേ അങ്ങന്റെ ഉള്ളിൽ വരണമേ എന്ന് പറഞ്ഞ് സമർപ്പിച്ച് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആത്മാവിന്റെ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് ഉരുത്തിരിയും. നമ്മൾ അറിയാതെ നമ്മൾ എല്ലാവരോടും കരുണയുള്ള ഹൃദയം, ക്ഷമിച്ചു കൊടുക്കുന്ന ഹൃദയം, സ്നേഹത്തിന്റെ ഹൃദയം, ആശ്വാസത്തിന്റെ ഹൃദയം, ഹെൽപ്പ് ചെയ്യാനുള്ള ഹൃദയം, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം ഉണ്ടാക്കണം. സമാധാനം ഉണ്ടാക്കാതെ സമാധാനം ഉണ്ടാകത്തില്ല. അത് കുടുംബത്തിലായാലും, കുടുംബാന്തരീക്ഷത്തിലായാലും, ചർച്ചിലായാലും, അത് നാം ജീവിക്കുന്ന രാജ്യത്തിലായാലും, നാം ഒരു ഉടക്കനും വഴക്കനുമാകരുത്. ഇത് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ആരാണ് പറയേണ്ടത്? ഇന്നത്തെ കോൺഫറൻസുകളിലോ യോഗങ്ങളിലോ ഇത് വല്ലതും കേൾക്കുമോ? ഇല്ല. നിന്റെ എല്ലാം ശരിയായി, നിന്റെ എല്ലാം ശരിയായി, നീ ഓൾറൈറ്റ്, കർത്താവ് ഇപ്പൊ നിനക്ക് തരാൻ പോകുന്നു, ഇന്ന് തരാൻ പോകുന്നു, ഇത് പറഞ്ഞ് ജനങ്ങൾക്ക് ഇത് ഇഷ്ടമാ. ഈ മരീചിക തേടി മനുഷ്യൻ വഞ്ചിക്കപ്പെട്ട് പോകുകയാണ്. സത്യം പറഞ്ഞു കൊടുക്കുന്നില്ല. സമയം വൈകരുത്. ബോസ്റ്റൺ പ്രയറിൽ ഉള്ളവരെല്ലാവരും ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം.
ആരെങ്കിലും, ഞാൻ പറയുന്നത് ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, നാം ജഡത്തിന്റെ പ്രവൃത്തികൾ ഏതെങ്കിലും നമ്മളിൽ ഉണ്ടെങ്കിൽ കർത്താവേ എന്നിൽ നിന്ന് മാറ്റണം. ആ തെറ്റ്, അരിശപ്പെടുന്ന സ്വഭാവം, വിദ്വേഷിക്കുന്ന സ്വഭാവം, കുറ്റപ്പെടുത്തുന്ന സ്വഭാവം, ചിലരെ വെറുക്കുന്ന സ്വഭാവം, അതിന്റെ പുറകിൽ ഒരു പൈശാചിക ബന്ധനമുണ്ട്. കർത്താവേ അതിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പറയാം, സമർപ്പിക്കാം. ആരും കേൾക്കണ്ട, ആരും അറിയണ്ട. അങ്ങനെ യേശുവേ അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചല്ലോ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ബന്ധനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണേ. ഞാൻ പറയട്ടെ, യഥാർത്ഥ ജയിലിൽ കിടക്കുന്നതിനേക്കാളിൽ ബന്ധനമാണ് ഈ ജഡത്തിന്റെ പ്രവൃത്തിയുടെ ബന്ധനം അനുഭവിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ജയിലിൽ ഒരാൾ വസിക്കുന്നതിനേക്കാളിലും കഷ്ടമാണ് ജീവിതകാലം മുഴുവനും പിശാചിന്റെ ബന്ധനത്തിനകത്ത് കഴിയുന്നത്. പിശാചിന്റെ ബന്ധനത്തിനകത്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് മരണവുമുണ്ടായി പിന്നെ നരകത്തിലുമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥതയില്ല. നരകത്തിൽ പല്ലുകടിയാണ്, അല്ലേ? കരച്ചിലാണ്, അരിശമാണ്. ജഡത്തിന്റെ പ്രവൃത്തികൾ മുഴുവനും അവിടെ ഉണ്ട്. അതിന്റെ ഒരു ചെറിയ സ്റ്റൈലാണ് മനുഷ്യരിൽ പിശാച് കുത്തി നിറച്ചു വെച്ചിരിക്കുന്നത്. ഒരു മിനി നരകം മനുഷ്യരുടെ അകത്ത് ചില കുടുംബങ്ങളിൽ പിശാചുക്കൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഈ തിരിച്ചറിവ് ദൈവവചനമാണ്, ദൈവമാണ് നമുക്കോട് പറഞ്ഞു തന്നത്. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് മനുഷ്യര് പറയുന്ന സമാധാനമല്ല. എന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ മൈ പ്രസൻസ്, മൈ പീസ് is giving unto you. Do you need it? അതാണ് പറയുന്നത്. എന്നെ വളരെ ചാലഞ്ച് ചെയ്തൊരു ഭാഗമാണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത്. ഞാൻ അധികം നീട്ടുന്നില്ല, പെട്ടെന്ന് നിർത്താനായിട്ട് പോവുകയാണ്. അതായത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ 27 വരെ വായിച്ചാൽ ഒരു സത്യം മനസ്സിലാകും. അതിനകത്ത് ഞാനുണ്ട്, നമ്മൾ ഓരോരുത്തരുമുണ്ട്. കർത്താവോട് പറഞ്ഞിരിക്കുന്നത്, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വളരെ വലിയ പ്രവൃത്തികൾ പ്രവർത്തിക്കുക ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ പറയും. അന്ന് ഞാൻ അവരോട് പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ. അതെന്താ? ഞാൻ കർത്താവിനോട് തിരിച്ചങ്ങോട്ട് ചോദിച്ചു, കർത്താവ് ഞാന് ആരുടെ നേരം പ്രവചിക്കാൻ പോയിട്ടില്ല, ഞാന് പിന്നെന്തോ വീര്യപ്രവൃത്തികളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കാൻ പോയിട്ടില്ല, ഇതൊന്നും ചെയ്യാത്ത, ഇതൊക്കെ ചെയ്തിട്ടുള്ളവരോട് അങ്ങ് ഇങ്ങനെ പറയുമെന്നോ? അതെന്താ? അതത്ര ഭംഗിയല്ലല്ലോ. അവർക്ക് ജീവിതകാലം മുഴുവൻ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും വീര്യപ്രവൃത്തികളെ ഒക്കെ ചെയ്തല്ലോ. പിന്നെന്താ? കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചല്ലോ, ഉണർവ് യോഗം നടത്തിയല്ലോ, അവർ അത്ഭുത പ്രവൃത്തികൾ ചെയ്തല്ലോ, ഒത്തിരി ആൾക്കാർ കൂടിയല്ലോ. കർത്താവ് അവരോട് പറയാം, ഞാൻ നിങ്ങളെ ഒരു നാളും എന്തുവാ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ലെന്ന്. അതെന്തുവാ? ആർക്കോ എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ ദൈവത്തിന് തെറ്റുപറ്റി, അല്ലെ നമുക്ക് തെറ്റുപറ്റി. ഞാൻ വളരെ കർത്താവേ ഇതെന്താണ്, ഞാൻ അത്രയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ളവരോട് പോലും ഞാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്തുവാ? കർത്താവേ എവിടെയോ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം, ആ പാരഗ്രാഫ് മുഴുവൻ വായിച്ചു, അധ്യായം മുഴുവനും വായിച്ചു. അത് കുറച്ചുനാള് മുമ്പാ. എന്നിട്ട് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, മോനെ നീ കീപ്പ് ഓൺ റീഡിങ്, നീ തുടർന്ന് വായിരേ, നീ പിന്നെ ഒന്ന് വായിര, അവിടെ നിർത്താറ്. 23-ാം വാക്യത്തിന്റെ അടുത്ത സെന്റൻസ് എന്നാ പറയുന്നറിയാമോ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവി. അധർമ്മം പ്രവർത്തിച്ചുകൊണ്ട്, വചനത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, എത്ര കുംഭസാരം ചെയ്താലും, എത്ര നോയമ്പെടുത്താലും, എത്ര വെള്ളിയാഴ്ച ഉപവാസമെടുത്താലും, എത്ര പ്രസംഗിച്ചാലും, എത്ര ആരാധിച്ചാലും, എത്ര ഉപവസിച്ചാലും അധർമ്മം പ്രവർത്തിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീ എന്ന് ഞാൻ തീർത്തവരോട് പറയും.
യാതൊരു ടോളറൻസുമില്ല. അത് നമ്മക്കാർക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇന്ന്, ഇപ്പോൾ, എന്നിട്ട് കർത്താവിനായി നമ്മളെ സമർപ്പിച്ചു കൊടുത്താൽ ഈ അധർമ്മ പ്രവൃത്തികൾ നമ്മൾ നിന്ന് കർത്താവ് വൈപ്പ് ഓഫ് ചെയ്തു തരും, ക്ലീൻ ചെയ്തു തരും, ക്ഷമിച്ചു തരും. ഒരു പുതുഹൃദയത്തോടെ പുതു സമർപ്പണത്തോടെ ജീവിക്കാൻ നമുക്ക് അവസരം ഉണ്ടാകും. ഇല്ലെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ നോയമ്പെടുത്തും ഇങ്ങനെ പ്രസംഗിച്ചും പാടിയൊക്കെ നടന്നത് നല്ലതാന്ന് വിചാരിക്കും. അവസാനം നമ്മുടെ ഭാവി നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ വചനമായി ഇത് പറയുന്നത്. എന്നിട്ട് കർത്താവ് ഒരു സൊല്യൂഷൻ കൂടെ പറയുന്നുണ്ട് 24-ാമത്തെ വാക്യത്തിൽ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേൾക്കണം ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുമെന്ന്. അപ്പൊ വചനം കേൾക്കണം, അത് ചെയ്യണം. വചനം ചെയ്യണമെങ്കിൽ എന്തോ ചെയ്യണം? വചനം കേൾക്കണം. വചനം കേൾക്കണമെങ്കിൽ നാം വചനം വായിക്കണം, അല്ലെങ്കിൽ വചനം പ്രസംഗിക്കപ്പെടണം. അല്ലേ? ഇന്ന് വചനം വളരെ ദുർലഭമായി പോയില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേക്കേ. അല്ലേ? ശരിയല്ലേ? നമ്മൾ നോക്കുന്നുണ്ടെ ഭയങ്കര യോഗങ്ങളും കോൺഫറൻസുകളും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യനെ കറക്റ്റ് ചെയ്യുന്ന, മനുഷ്യനെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന, കർത്താവിന്റെ സന്നിധിയിലുള്ള പാപങ്ങളെ ഏറ്റുപറയിപ്പിക്കുന്ന എത്ര മെസ്സേജുകൾ, എത്ര യോഗങ്ങൾ, എത്ര സഭായോഗങ്ങൾ ഉണ്ട് നമുക്ക്. രൂപാന്തരം ഓരോ നമ്മുടെ യോഗങ്ങളിലും അനുതാപമുണ്ടാകണം, ഏറ്റുപറച്ചിലുണ്ടാകണം, കണ്ണുനീരുണ്ടാകണം, സമർപ്പിക്കണം, അനുരഞ്ജനമുണ്ടാകണം, മാനസാന്തരമുണ്ടാകണം. അതിനുവേണ്ടിയുള്ള ദൂതാണ്, അതിനുവേണ്ടിയുള്ള പ്രസംഗമായിരിക്കണം നമ്മുടെ സഭകളിൽ ഉണ്ടാകേണ്ടത്. ഈ വചനം പറയുന്നില്ലെങ്കിൽ നാം കർത്താവിന്റെ പേര് പറഞ്ഞ് നടന്നിട്ട് നമ്മൾ നരകത്തിലായി പോകരുത്, ചതിക്കപ്പെടരുത്. വചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും. അല്ലാത്തവരോ, വചനം കേട്ട് ചെയ്യാത്തവനോ മണലിൽ മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും. ഈ രണ്ടു വീടിനും ഒരേ പ്രശ്നമാണ് ഉണ്ടായത്. പക്ഷെ ഒരു വീട് വീണു, ഒരു വീട് നിലനിന്നു. ഇത് നമ്മുടെ ജീവിതത്തെ കാണിക്കുന്നു. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം എത്ര കെട്ടിപ്പൊക്കിയാലും, എത്ര പണം നേടിയാലും, എത്ര സൗന്ദര്യം നമ്മൾ മോടി പിടിപ്പിച്ചാലും, യേശുവിന്റെ വചനം കേട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നില്ലെങ്കിൽ മണലിൽ മേൽ പണിത വീടിന് തുല്യമായി പോകുന്ന യേശു കർത്താവ് പറയുന്നു. ഇതൊരു സഭയിലുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. ഇത് പെന്തക്കോസ്തുകാരെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. കർത്താവിന്റെ ദൈവത്തിന്റെ ബൈബിളിൽ മർത്തോമ, കത്തോലിക്ക, യാക്കോബ, പെന്തക്കോസ്, IPC, ചർച്ച കോടിശാർ അങ്ങനൊന്നില്ല. ദൈവത്തിന്റെ സഭയെന്ന് പറയുന്നത് യേശുവിന്റെ രക്തത്താലും വചനത്താലും വീണ്ടെടുപ്പ് പ്രാപിച്ച് കർത്താവിന് വേണ്ടി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തെയാണ് സഭയെന്ന് പറയുന്നത്. അല്ല ഇവിടെ കാണുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങളും ഹോളുകളും അല്ല. അതൊക്കെ നല്ല തന്നെ ഇരിക്കട്ടെ. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുക, വചനം കേൾക്കുക. വചനം കേൾക്കണമെങ്കിൽ വചനം അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നെ പോലെയുള്ളവർ ഈ വചനം പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ സുവിശേഷ വേലക്കാര്, പട്ടക്കാര്, പുരോഹിതന്മാര്, സെൻട്രൽ പാസ്റ്റർ, ബിഷപ്പന്മാര്, ഓവർസിയർമാര് എന്ന് പറയുന്നവർക്ക് ഭയങ്കര കഷ്ടമാണ്. വചനം പറഞ്ഞു കൊടുക്കുക, വചനം പ്രസംഗിക്കുക, സമയം അസമയത്തിൽ ഒരുങ്ങി നിൽക്കുക, ജനത്തെ ഒരുക്കിയെടുക്കുക കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി. ദൈവജനത്തെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന എനിക്കൊരു ഉത്തരവാദിത്വം കർത്താവ് തന്നു. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഞാൻ പ്രസംഗിക്കുന്ന സഭയിൽ, ഞാൻ പോകുന്ന സഭയിലുള്ളവർ മാത്രമല്ല, എന്റെ പ്രസംഗം ഈ ലോക്കൽ ചർച്ച് കേൾക്കുന്ന ബോസ്റ്റൺ പ്രയറിലുള്ളവർ മാത്രമല്ല, ഞാൻ പോകുന്ന ചർച്ചിലുള്ളവർ മാത്രമല്ല, ലോകം മുഴുവനും ഈ സത്യം അറിയണം. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് അധർമ്മം പ്രവർത്തിച്ചു എന്നുള്ള ആ കാരണം. ഏത്? സുവിശേഷവും കാര്യവും കൊട്ടിപ്പാട്ടും പ്രസംഗവും ഉപവാസവും എല്ലാം നടക്കുന്നുണ്ട്, കൺവെൻഷനും കോൺഫറൻസുകളും വലിയ യോഗങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ, ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് പോകുന്നതെങ്കിൽ വെറുതെ മെനക്കെടുകയാണ്. ആ ജഡസ്വഭാവം കൊണ്ട്, ഇവിടെ ജീവിച്ച ജഡസ്വഭാവം കൊണ്ട് നരകത്തിലും അവസാനിക്കും. ഇത് നമ്മൾക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉറപ്പാണ്. യേശുവിനോട് ഒന്നിച്ച് ജീവിക്കൂ, യേശുവിനോട് സംസാരിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാം. നമ്മൾ തന്നെയല്ലേ, നമ്മൾ മിക്കവാറും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഏതാണ്ട് ഒരുപോലല്ലേ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഒരു ദിവസം വ്യത്യസ്തമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശീലിച്ചത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ തട്ടണമെന്ന് നിർബന്ധമില്ല. ആത്മാവിനാകാതിരിക്കാൻ സാധ്യതയുണ്ട്. ഓർമ്മയിൽ നിന്നും പരിചയത്തിൽ നിന്നും അതുപോലെ നമുക്ക് ചെയ്യാം. അത് തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്നുകൂടെ ഫ്രഷ് ആകണമെങ്കിൽ നമുക്ക് ഇന്നലത്തെ മിനിഞ്ഞാന്തത്തെ കാപ്പി ഇന്ന് ചൂടാക്കി കുടിക്കുന്നതിനേക്കാൾ നല്ല ഇന്ന് ഇട്ട പുതിയ കാപ്പി കുടിക്കാനല്ല നമുക്കിഷ്ടം. മറ്റേതും കാപ്പിയാ. അതുകൊണ്ട് പരിചയിച്ച പ്രാർത്ഥന തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഒന്നുകൂടെ ഒരു ഉണർവിലും ഒരു ഉത്സാഹത്തിലും ഒരു സന്തോഷത്തിലും ഒരു ജീവനിലും നമുക്ക് ദൈവത്തിങ്കിലേക്ക് അടുക്കാൻ കഴിയും. ആത്മാവ് ഉണർന്ന ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കണം. എന്റെ സമയം മുന്നിൽ അതിവേഗം മുന്നോട്ട് പോയി കഴിഞ്ഞു. ഞാനിവിടെ നിർത്താനായിട്ട് പോവുകയാണ്. ഇത്രയും വചനങ്ങൾ മതി. എന്റെ മുന്നിൽ അനേക വചനങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഞാൻ പറയുന്നു, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഈ സമാധാനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പം സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ആ സമാധാനം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ മുകളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിലൊരു ദരിദ്രാവസ്ഥ. കർത്താവേ, എനിക്കിത് പോരാ. മൂന്നാമത്തെ വാക്യം 5:3, മത്തായി സുവിശേഷം 5:3. ദുഃഖിക്കുന്നവർ. അതെന്തോ ദുഃഖമാ? കർത്താവേ, എന്നിൽ ജഡപ്രവൃത്തികൾ വന്നു, അരിശം വന്നു, വിദ്വേഷം വന്നു, കോപം വന്നു. ചിലരെ ഞാൻ വെറുത്തു, ചിലരോട് ഞാൻ മിണ്ടിയില്ല, ചിലരോട് ഷെയ്ക്കാൻഡ് കൊടുത്തില്ല, ചിലരെ എനിക്ക് ഇഷ്ടമല്ല. കർത്താവിന് ഇഷ്ടമുള്ളവരാണ് അവര്, നമുക്കിഷ്ടമല്ല. പിടികിട്ടുന്നുണ്ടോ? കർത്താവിന് നമ്മൾ വെറുക്കുന്നവരെ കർത്താവിന് ഇഷ്ടമാണ്, പക്ഷെ നമുക്കവരെ ഇഷ്ടമല്ല. നമ്മൾ വെറുക്കുന്നവർ ഇന്നും ജീവിക്കുന്നു, അവരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു, പക്ഷെ നമുക്കവരെ ഇഷ്ടമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ഭൂമിയിൽ ആരെയും വെറുക്കാനോ വിദ്വേഷിക്കാനോ പകയ്ക്കാനോ അനുവാദമില്ലെന്ന് ഉണ്ടെങ്കിൽ അത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ ദുഃഖിക്കുന്നവർ എന്ന് പറയുമ്പോൾ കരഞ്ഞോണ്ടിരിക്കുന്നല്ല, പാപങ്ങളെ ഓർത്ത് വേദനയെടുത്ത് കർത്താവേ, ഈ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വേണ്ട, എനിക്ക് ആ സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ വഴി എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നു. അതിന്റെ മുകളിൽ അപ്പൊ നമുക്കൊരു സൗമ്യത കിട്ടുവന്നേ. അതുവരെ നമുക്ക് സൗമ്യത ഉണ്ടാകത്തില്ല. ഏത്? 5-ാമത്തെ വാക്യം. അപ്പൊ 6-ാമത്തെ വാക്യം, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നു. അപ്പൊ പിന്നെ നീതിബോധം ഉണ്ടാകും. അയ്യോ, ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, അങ്ങനെ ചെയ്തു പോയി, ഇനി ഞാൻ ചെയ്യത്തില്ല. അപ്പൊ പിന്നെ 8-ാമത്തെ വാക്യം, ഹൃദയശുദ്ധിയുള്ള. അപ്പൊ ഹൃദയം ക്ലീനായി. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മൾ കായ്ച്ചു തുടങ്ങി. അപ്പൊ ഈ വർക്കൗട്ട് നമ്മൾ ചെയ്യണമെന്ന് ദൈവത്തിന് സന്നിധിയിരുന്നത്. ഇഫ് യു ഡോണ്ട് വർക്ക് ഔട്ട് ഫോർ ദ പീസ്, devil will put his weeds in our mind setup, in our family, in our future heaven bound life. ഈവൻ അവിടെ എല്ലാം ഇതിന്റെ വിത്തുകൾ കൊണ്ടിട്ടേച്ചു പോകും. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ വിവരിച്ച് സിമ്പിളായിട്ട് ഇച്ചിരൂടെ പറഞ്ഞു കൊടുക്കും. എനിക്ക് സമയമില്ലാതെ ഇത്രയും മതി തൽക്കാലം, അല്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലത്തെ ഈ വചന ശുശ്രൂഷ നമുക്കൊരു ഇച്ചര പരുക്കനെന്ന് തോന്നിക്കാണും. പക്ഷേ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ ഈ വചനം നമ്മൾ ഇന്ന് കേട്ടത്, അല്ലേ? ഞാൻ ആരുടെയും ദോഷത്തിന് എന്തേലും പറഞ്ഞോ? ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറയാം.
ക്ഷമ പറയാം, നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. പക്ഷെ വചനത്തിൽ നിന്ന് ഒരു കാര്യം പോലും ഞാൻ കൂട്ടിയിട്ടില്ല, കുറച്ചിട്ടില്ല. ഈ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ തന്നു, ഞാനിത് പ്രസംഗിച്ചു. അല്ലേ? എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ പ്രാഗൽഭ്യമില്ല. അനേക കാര്യങ്ങൾ മുന്നേ വരുന്നുണ്ട്. എങ്കിലും ഞാനിവിടെ നിർത്തട്ടെ. 1 തീമോഥെയോസ് 1:5 പറഞ്ഞിരിക്കുന്നു, ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം. ഹല്ലേലൂയ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് പോകുന്നു, തന്നേച്ചു പോകുന്നു. ഇതാണ് കർത്താവ് തരുന്ന സമാധാനം. സ്തോത്രം. നിങ്ങൾക്ക്, എന്നിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചില വാക്കുകൾ, വചനങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ. സമയം മുന്നോട്ട് പോകുന്നുണ്ട്, ഞാനിവിടെ നിർത്തുകയാണ്. ഇങ്ങനൊരു പാട്ട് നമ്മൾ ഒരു പക്ഷേ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. എനിക്കത് റെക്കോർഡ് സോങ് ആണ്. ഒരു ക്രിസ്ത്യൻ ഗാനമാണ്. നമ്മുടെ ചർച്ചകളൊന്നും അങ്ങനെ പാടാറില്ല. എങ്കിലും ഏതാണ്ട് 60കളിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു പാട്ട് രാവിലെ എന്റെ ഹൃദയത്തിലേക്ക് വന്നു. നിങ്ങളത് കേട്ടിട്ടുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. എനിക്ക് എന്റെ ലിറിക്സ് എല്ലാം അറിഞ്ഞുപോയി. പക്ഷേ അതിന്റെ അത് പെട്ടെന്ന് ഞാനൊന്നും ഹം ചെയ്തു. അതുകൊണ്ട് അത് പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ. കേട്ടിട്ടുണ്ടോ? കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ അന്തിക്കിടയനെ കാണാതലയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേവും. ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. യെരൂശലേം ഇൻ പുണ്യഭൂവേ, നിന്നിൽ നിന്നവതാരം ചെയ്തവനാ. പുലർപുള്ളിൻ കാലിൽ കൂട്ടിൽ നിന്നെന്നും അവതാരം ചെയ്തവനാ. എനിക്കെല്ലാ ലെറ്റേഴ്സ് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ആ മെസ്സേജ് എന്നെ തട്ടി കേട്ടോ. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന മേച്ചിൽ പുറങ്ങള മനുഷ്യന്റെ കഷ്ടപ്പാടാണ്, വേദനകളാണ്, പ്രശ്നങ്ങളാണ്. ഇവിടെ ഈ പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ അന്തിക്ക് ഇടയനെ കാണാതലയുന്ന ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. അതാണ് ഇന്നത്തെ സമൂഹം. എന്നാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുക, എനിക്കിന്നൊരു ഇടയനുണ്ട്. ഇടയനെ കാണാതെ ഉഴലുന്ന ഒരു ആടല്ല ഞാൻ. ദൈവമക്കളെ, ബോസ്റ്റൺ പ്രയർ ലൈനിലുള്ള ആരെങ്കിലും യേശുവിനെ കാണാതെ, അല്ലെ ഇടയനെ കാണാതെ, അന്തിക്കിടയനെ കാണാതെ അലയുന്ന ആട്ടിൻ പറ്റത്തിൽ ഒരാളാണെങ്കിൽ നിങ്ങൾ ഇന്ന് യേശുവിനായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. യേശു ഇന്നിവിടെ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്നെ ലോകത്തിന്റെ വിവിധ ഭാവങ്ങളിൽ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് പറയും, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ആടാണെങ്കിൽ, ഇതുവരെയും ഒരു ഇടയനെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ, അന്തിക്ക് ഇടയനെ കാണാതെ അലയുന്ന ഒരാട്ടിൻ കുട്ടിയാണെങ്കിൽ, ആട്ടിൻ പറ്റമാണ് നിങ്ങളുടെ കുടുംബമെങ്കിൽ, കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന പുൽപ്പുറങ്ങളിലൂടെ നിങ്ങൾ പോവുകയാണ്. സമാധാനമില്ല. കടന്നുവരൂ. യേശു കർത്താവ് നമ്മുടെ നല്ല ഇടയൻ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. സുഹൃത്തേ, നിങ്ങൾ ഏത് സഭയിൽ, ഏത് ഭാഷയിലുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, നിങ്ങളെ സ്നേഹിക്കാൻ യേശു സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കാൻ താല്പര്യപ്പെടുന്നു. യേശു നിങ്ങളെ അനുഗ്രഹിക്കാൻ താല്പര്യപ്പെടുന്നു. ഒരു ആട്ടിടയനെ പോലെ കടന്നു വരുമോ? ഈ വചനത്തിൽ ഭാഗം ഞാൻ സമർപ്പിക്കുന്നവരാരെങ്കിലും ഉണ്ട്? ഫാർ ആൻഡ് നിയർ, ഐ വാണ്ട് ടു ബ്ലസ് യു. യേശു കർത്താവേ, ഇപ്പോൾ കേട്ട വചനത്തിൽ ഭാഗം ഞാൻ എന്നെയും എന്റെ കുടുംബത്തെയും സമർപ്പിക്കും.
യേശുവിനെ അറിയാതെ ജീവിക്കുന്നവര് ചാരത്തും ദൂരെയുമായി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ യേശുവിലേക്ക് അവർ കടന്നു വരട്ടെ. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന മേച്ചിൻ പുറങ്ങളിൽ കൂടെ ജനങ്ങൾ ജീവിക്കുമ്പോൾ അന്തിക്ക് ഇടയനെ കാണാതെ നാട്ടിൻ പറ്റമായി ഇന്നത്തെ ജനങ്ങൾ പോകുന്നു. അവിടേക്ക് സന്തോഷത്തിന്റെയും ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും ദൂത് ഇന്ന് പകൽക്കാലം കേൾക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തു. എല്ലാവരും യേശുവിനെ അറിയപ്പെടട്ടെ, യേശുവിനെ അറിയട്ടെ, യേശുവിന്റെ സമാധാനം എല്ലാവരും അറിഞ്ഞ് എല്ലാവരും സ്വസ്ഥതയും സമാധാനവും പ്രാപിച്ചു. എല്ലാവരും നിത്യത പ്രാപിക്കട്ടെ. ഇന്നത്തെ ബോസ്റ്റൺ പ്രയർ ലൈനിന്റെ വചന ശുശ്രൂഷ ചെയ്യുവാൻ കൃപ ചെയ്തു. പാട്ടുകൾ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്തു. മറിയാമ്മ സിസ്റ്റർക്കായി സ്തോത്രം. അതുപോലെ ഈ വചനത്തിൽ സമർപ്പിച്ച എല്ലാവർക്കായി സ്തോത്രം. അനുഗ്രഹിച്ചാട്ട് ബോസ്റ്റൺ പ്രയറിലുള്ള എല്ലാവർക്കായി സ്തോത്രം. ഈ വചനത്തിന് ഭാഗം സമർപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും എളിവൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് നിത്യയ്ക്കായി സൂക്ഷിക്കണമേ. സകല യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. Amen. God bless you. Thank you so much. Appreciate.